പോകുന്നത് ഈ 6.3 എന്ന് പറഞ്ഞാൽ ആഹിയലത്തെ പ്രോബ്ലമാണ്. അപ്പോൾ നോക്കാം. ദ റേഷ്യോ ഓഫ് ദി എക്സിറ്റ് ടു എൻട്രി ഏരിയ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 4.0. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഗീവൺ എഴുതാം. ദ റേഷ്യോ ഓഫ് ദി എക്സിറ്റ് ടു എൻട്രി ഏരിയയുടെ റേഷ്യോ ആണ്. റേഷ്യോ ഓഫ് എക്സിറ്റ് ടു എൻട്രി ഏരിയ. എക്സിറ്റ് എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? എക്സിറ്റിന് ഒരു നമ്പർ കൊടുക്കാം നമുക്ക്. എക്സിറ്റിന് എൻട്രിക്ക് 1 എന്ന് കൊടുക്കാം, എക്സിറ്റിന് 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ചെറുതായിട്ട് എഴുതാം. എന്താണ്? എൻട്രി 1, എക്സിറ്റ് 2. അപ്പോൾ എക്സിറ്റ് ടു എൻട്രി ഏരിയ എന്ന് പറയുമ്പോൾ എക്സിറ്റ് ടു എൻട്രി 1. ആ റേഷ്യോ ഇൻ എ സബ്സോണിക് ഡിഫ്യൂസർ. അപ്പോൾ നമുക്കൊരു ഡിഫ്യൂസർ വരയ്ക്കാം. ഡിഫ്യൂസർ, സബ്സോണിക് ഡിഫ്യൂസർ എങ്ങനെ വരയ്ക്കുക? സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല, ഇങ്ങനെയുള്ള നോസിലാണ്, സബ്സോണിക് നോസിലാണ്. അപ്പോൾ നമുക്ക് ഏരിയ കൂടി വരും. അതാണ് ഡിഫ്യൂസറിൻ്റെ, സബ്സോണിക് ഡിഫ്യൂസറിൻ്റെ ഷേപ്പ്. അപ്പോൾ അതിൽ ഇത് A1, ഇത് A2. 1 എന്നുള്ളത് എൻട്രി, 2 എന്നുള്ള എക്സിറ്റ്. സബ്സോണിക് ഡിഫ്യൂസർ ഈസ് 4.0. ദി മാക് നമ്പർ ഓഫ് എ ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ്. ജെറ്റ് ഓഫ് എയർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇവിടെ. ജെറ്റ് ഓഫ് എയർ അപ്രോച്ചിങ്. എയർ എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യുക. അപ്രോച്ചിങ് ദി ഡിഫ്യൂസർ ഈസ് ഡിഫ്യൂസർ അറ്റ് P0 ഈക്വൽ ടു ഈ വാല്യൂ. അപ്പോൾ P0 ഈക്വൽ ടു 1. സ്മോൾ ലെറ്റർ P ആണ് കേട്ടോ. P0 ഈക്വൽ ടു 1.013. ബാർ നമുക്ക് വേണ്ട, SI യൂണിറ്റ് മതി. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു 10⁵ പാസ്കൽ എഴുതുക. ടെമ്പറേച്ചർ T ഈക്വൽ ടു 290 കെൽവിൻ. ഈസ് 2.2. എന്താണ്? മാക് നമ്പർ ഓഫ് എ ജെറ്റ് ആണത്, 2.2. അപ്പോൾ M ഈക്വൽ ടു 2.2. മാക് നമ്പർ ഓഫ് എ ജെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ M ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ശരിക്കും. ദർ ഈസ് എ സ്റ്റാൻഡിങ് നോർമൽ ഷോക്ക് വേവ്. ഒരു നോർമൽ ഷോക്ക് വേവ്. നമ്മളിതിന് നമ്പർ ഇട്ടിട്ടില്ല. 1 വേണോ 2 വേണോ എന്ന് ഇട്ടിട്ടില്ല. എൻട്രി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ നമ്പർ 1 ഇടുക അല്ലേ? 1 ഇടാം നമുക്ക് തൽക്കാലം. ദർ ഈസ് എ സ്റ്റാൻഡിങ് നോർമൽ ഷോക്ക് വേവ് ജസ്റ്റ് ഔട്ട്സൈഡ്. ഒരു ഷോക്ക് വേവ്, നോർമൽ ഷോക്ക് വേവ്. ഇതാണ് ഷോക്ക് വേവ്, നോർമൽ ഷോക്ക് വേവ്. സ്റ്റാൻഡിങ് വെച്ചാൽ മൂവ് ചെയ്യാത്തത്. ജസ്റ്റ് ഔട്ട്സൈഡ് ദി ഡിഫ്യൂസർ. ഡിഫ്യൂസറിൻ്റെ എൻട്രി ഇതാണ്. അപ്പോൾ ഇവിടെയായിട്ട് എന്തുണ്ട്? ഒരു ഷോക്ക് വേവ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഷോക്ക് വേവ് ഉണ്ട്. ആ ഷോക്ക് വേവിൻ്റെ മുമ്പിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടീസ് വരുന്നത്, ഈ പ്രോപ്പർട്ടീസ്. അപ്പോൾ എൻട്രി ടു ഡിഫ്യൂസറിനാണ് 1. ഇവിടെയുള്ള പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ കൊടുക്കണം, ഒരു സിമ്പിൾ കൊടുക്കണം. അപ്പോൾ ഷോക്കിന് മുമ്പുള്ളതിന് നമ്മൾ X എന്നും ഷോക്കിന് ശേഷമുള്ളതിന് Y എന്നാണ് കൊടുക്കാറ് പൊതുവേ. അപ്പോൾ നമുക്ക് മുമ്പ് X ഉം ഇവിടെ Y എന്നും കൊടുക്കാം. അപ്പോൾ ഈ Y എന്ന് പറയുന്ന കണ്ടീഷനും 1 എന്ന് പറയുന്നത് 1 തന്നെയാണ് വരിക. Y ഈക്വൽ ടു എന്താണ്? 1. Y എന്ന് പറയുന്ന സ്റ്റേറ്റും സ്റ്റേറ്റ് Y ഈക്വൽ ടു സ്റ്റേറ്റ് 1. ഈ ഫ്ലോ അപ്പോൾ എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെ 1 അല്ല വരിക. കാരണം ഇവിടെയുള്ള പ്രോപ്പർട്ടീസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേര് 1 എന്നുള്ളത് നമ്മൾ മാറ്റേണ്ടി വരും. നമ്മളിതിൻ്റെ പേര് എന്ത് ചെയ്യേണ്ടി വരും? X എന്ന് എഴുതേണ്ടി വരും. ഇതൊന്നും 1 അല്ല, അതൊക്കെ X ആണ്. അതായത് ഷോക്കിന് മുമ്പുള്ള അവസ്ഥ X, ഷോക്കിന് ശേഷമുള്ള അവസ്ഥ Y. അത് എൻട്രി ടു ഇതാണ്. രണ്ടൊരു ക്ലബ് ചെയ്യണം നമ്മൾ. അതായത് ഇങ്ങനെയുള്ള സംഭവവും ഇങ്ങനെയുള്ളൊരു കേസും നമ്മളിങ്ങനെയുള്ള കേസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടി ഇവിടെ വെച്ച് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുമ്പോൾ Y ഈക്വൽ ടു 1 എന്നുള്ളൊരു സ്റ്റേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ എളുപ്പമായി. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇല്ല ഈ എൻട്രി എക്സിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എൻട്രിക്ക് ഒരു സിമ്പിൾ, ഈ എക്സിറ്റിന് വേറെ X എന്നോ എന്തെങ്കിലും കൊടുത്തിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് കൂടുതൽ എളുപ്പം. ഇനി എന്താ ഉള്ളത്? ഫ്ലോ ഇൻ ദി ഡിഫ്യൂസർ ഈസ് ഐസെൻട്രോപിക്. ഡിഫ്യൂസറിനകത്തുള്ള ഐസെൻട്രോപിക് എന്ന് പറയുമ്പോൾ മൊഡ്യൂൾ 2 പറഞ്ഞിട്ടുള്ള പോലെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഐസെൻട്രോപിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്യുക. ഇവിടെയുള്ള പ്രോപ്പർട്ടീസ് തമ്മിൽ ബന്ധം എന്താണ്? സ്റ്റാർ, A സ്റ്റാർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ഇതിലാണ് തമ്മിൽ ബന്ധിപ്പിക്കുക. പിന്നെ എന്തുണ്ട്? ഇത് തമ്മിൽ ബന്ധം എന്താണ്? T0 ഇതിനകത്ത് ഡിഫ്യൂസറിനകത്ത് T01 ഇവിടുത്തെ T0 സെയിം ആയിരിക്കും. പിന്നെ ഇവിടുത്തെ പ്രഷർ P01 ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ P02 ഈക്വൽ ടു സ്റ്റാഗ്നേഷൻ പ്രഷർ സെയിം ആയിരിക്കും, സ്റ്റേഷൻ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. പിന്നെ എന്താണ്? A1 സ്റ്റാർ ഈക്വൽ ടു A2 സ്റ്റാർ ആയിരിക്കും. അപ്പോൾ ഏരിയ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസിൽ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് തമ്മിലുള്ള ബന്ധം പ്രധാനമായിട്ടും കണ്ടുപിടിക്കുക. ഓക്കെ.
ഈ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അറ്റ് ദി എക്സിറ്റ് ഓഫ് ദി ഡിഫ്യൂസറിൻ്റെ എക്സിറ്റ് ഇവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പ്രോപ്പർട്ടീസ്. അപ്പോൾ ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്തും, മാക് നമ്പറിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, മാക് നമ്പറിൻ്റെ എന്താണ് മാക് നമ്പർ അറ്റ് എക്സിറ്റിന് എന്ത് സിമ്പിൾ കൊടുക്കുക, 2 എന്നാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ടെമ്പറേച്ചർ അറ്റ് എക്സിറ്റിന് T2, പിന്നെ പ്രഷർ അറ്റ് എക്സിറ്റിന് P2. ഇതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് ബിറ്റ്വീൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, P0, അതിൻ്റെ ലോസ്. അപ്പോൾ 2 P0 തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലോ. ഇനീഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലോ എത്രയാണ്, 1 അല്ല, ഇതാണ് ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്. അപ്പോൾ അത് P0x ആണ്. ഫൈനൽ സ്റ്റേറ്റ് എന്താണ്, ഇവിടെയാണ് ഏറ്റവും പുറത്ത്, 2 എന്നുള്ള സ്റ്റേറ്റാണ് ഏറ്റവും ഫൈനൽ. P0x മൈനസ് P0 എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ വാല്യൂ എഴുതുക. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. M2 ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. M2 ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അത് തന്നെ ടു ഫൈൻഡ് M2. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ഇതിൽ എത്ര തവണ ഗ്യാസ് ടേബിൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മൾ പലതവണ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടും. അപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ നമുക്ക് ഗ്യാസ് ടേബിൾ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. അതിന് ശേഷം ഷോക്ക് വഴി സ്റ്റേറ്റ് മാറിയിട്ട് ഇവിടെ സ്റ്റേറ്റ്. ഇവിടെ ഐസെൻട്രോപിക് ടേബിൾ ഉപയോഗിക്കേണ്ടി വരാം, ഇവിടെ തന്നെ വരാം. രണ്ടാമത്തെ ഈ 1 എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഒരു തവണ ഇവിടെ തന്നെ രണ്ടാമത്തെ തവണ, പിന്നെ ഇവിടെ മൂന്നാമത്തെ തവണ. 3 തവണ ഐസെൻട്രോപിക് ടേബിളിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഷോക്കിനെ പറ്റിയിട്ട് ഒരു ഷോക്ക് സംഭവിക്കുമ്പോൾ ഒറ്റ ടേബിളിൽ ഒറ്റ വാല്യൂവിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു തവണ ഷോക്ക് ടേബിൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ സംഭവം ഇടയ്ക്കിടയ്ക്ക് അവിടെ വിളിക്കരുത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരും. നമുക്ക് ഒരുപാട് സമയവും നഷ്ടം, ഒരുപാട് കൺഫ്യൂഷനും വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്, നമുക്ക് ഇതിൽ ഒരുമിച്ച് എഴുതാം. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട എന്താണ് റിക്വയർഡ് പോർഷൻ ഫ്രം ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗ്യാസ് ടേബിൾ മതി. ഐസെൻട്രോപിക് ഫ്ലോ കാമ = 1.4. അപ്പോൾ അതിന് വേണ്ട പ്രൊഡ്യൂസ് ഒരുമിച്ച് ചെയ്താൽ പിന്നെ എന്താണ് കുറച്ചാണ് ഉണ്ടോ. പിന്നെ ഷോക്ക്. ഇത് രണ്ടും ഹെഡിങ് നമുക്ക് നോക്കിയിട്ട് ശരിക്കും എഴുതിയെടുക്കാം വൃത്തിയായിട്ട്. ഇതിൻ്റെ ഇൻഡെക്സിൽ പോയി നോക്കുക. ഇൻഡെക്സിൽ എന്താ കാണുന്നത്, നോർമൽ ഷോക്ക് ഇൻ പെർഫെക്റ്റ് ഗ്യാസ്, ഐസെൻട്രോപിക് ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ്. അപ്പോൾ നോർമൽ ഷോക്ക് എന്നുള്ളതാണ് ടേബിളിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് ഐസെൻട്രോപിക് ഫ്ലോ എന്നുള്ള ഇതിൽ ഒരു ടേബിൾ, പിന്നെ നോർമൽ ഷോക്ക്. കുറച്ച് സ്ഥലത്തിന് വേണ്ടി വിടുക ആദ്യമേ. നോർമൽ ഷോക്ക് ഗാമ 1.4. അപ്പോൾ നോർമൽ ഷോക്ക് അതിന് നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോയിൻ്റെ നോക്കാം. അപ്പോൾ അതിൻ്റെ ടേബിൾ 2.8 പോയി നോക്കാം. 2.8 വേണ്ട മാക് നമ്പർ നമുക്കിപ്പോൾ അറിയില്ല, ഏതൊക്കെ മാക് നമ്പറിന് വേണ്ടതെന്ന് ഫുൾ അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹെഡർ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ഹെഡർ, ഇതാണ് ഹെഡിങ്. അപ്പോൾ അതിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ഫ്ലോയിൽ ആദ്യം തന്നെ എം ആവശ്യമുണ്ട്. എം സ്റ്റാർ ഇതിൽ വരുന്നില്ല, എന്നാലും എഴുതാം. എല്ലാം അതേ ഓർഡറിൽ തന്നെ എഴുതാം. നമുക്ക് എം സ്റ്റാർ T/T0 നീട്ടി എഴുതാം. അതിൻ്റെ ഉള്ളിൽ പല വാല്യൂസ് ചിലപ്പോൾ എഴുതേണ്ടി വരും. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. P/P0 A/S സ്റ്റാർ, പിന്നെ F/F സ്റ്റാർ, പിന്നെ A/S സ്റ്റാർ A/S സ്റ്റാർ ഇൻറ്റു P/P0. ഇത്ര വാല്യൂസാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പല പല മാക് നമ്പർ നമുക്ക് എഴുതാം. അപ്പോൾ ഇത്രയ്ക്ക് ആയില്ല. ഇനി ഷോക്കിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. ഷോക്കിൻ്റെ കേസിൽ നോർമൽ ഷോക്ക് ആകുമ്പോൾ എന്താണ് വരുന്നത്, നോർമൽ ഷോക്ക് ആകുമ്പോൾ നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് പേജ് നമ്പർ നോർമൽ ഷോക്ക് ഇൻ പെർഫെക്റ്റ് ഗ്യാസ് 1.4 52. 52ൽ നമ്മളതിൻ്റെ ഹെഡിങ്ങാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ MX MY ഇതൊക്കെയാണ് ആവശ്യം. അപ്പോൾ ആദ്യം വരുന്നത് MX, പിന്നെ MY, പിന്നെ PY/PY/PX, പിന്നെ വരുന്നത് TY/TX P0y/P0x,
P0y/Px കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമുക്കിനി ഡാറ്റ ബുക്കിൽ വാല്യൂസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഷോക്കിൻ്റെ പേജിൽ എടുത്ത് നിൽക്കുകയാണല്ലോ, ആ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നോക്കാം ഷോക്ക് സംഭവിക്കുന്നത് ഇവിടെയാണ്. MX ഗീവൺ ആണ് 2.2. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അത് എഴുതാം. 2.2ൽ MXൽ ഷോക്ക് സംഭവിച്ചിട്ട് MY എന്തായിട്ട് വരും ആഫ്റ്റർ ഷോക്ക് വാല്യൂ. ഇപ്പോൾ ഡാറ്റ ബുക്കിൽ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ 2.2ൽ ഉള്ള ഷോക്കിൻ്റെ വാല്യൂ നമുക്ക് നോക്കി നോക്കാം. 2.2ൽ ഉള്ള ഷോക്കിൻ്റെ വാല്യൂ നെക്സ്റ്റ് പേജിൽ കണ്ടില്ലേ, 0.547. MYയുടെ വാല്യൂ 0.547, 5.480, 1.857, 0.628, 6.716. ഇവിടെ വേണമെങ്കിൽ ഒരു ലൈൻ വേറെ വേണമെങ്കിൽ ഇവിടെ തന്നെ വരയ്ക്കാം കേട്ടോ. അതുപോലെ ഇവിടെ ഹെഡിങ് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഈ വാല്യൂ കിട്ടിയില്ല. ഇനി MY കിട്ടിയില്ല. അപ്പോൾ MY എന്ന് പറയുന്നത് എന്താണ്, ഇത് സ്റ്റേറ്റ് നമ്പർ എഴുതാൻ വേണമെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ സംഭവം എഴുതാം. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റേറ്റ് എഴുതാൻ പറ്റില്ല, കാരണം സ്റ്റേറ്റ് ഇവിടെ സ്റ്റേറ്റ് 1 ആണിത്. സ്റ്റേറ്റ് 1 ഇത് സ്റ്റേറ്റ് 1 അല്ല, സ്റ്റേറ്റ് X ആണിത്, സ്റ്റേറ്റ് Y ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഇവിടെ സ്റ്റേറ്റ് 1 എഴുതാൻ പറ്റില്ല. ഇത് എന്താണ്, സ്റ്റേറ്റ് 1 ആണ്. സ്റ്റേറ്റ് 1ഉം MY ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ് ഉണ്ടാവും, ഒന്ന് 2.2. അപ്പോൾ 2.2 എന്നുള്ളതിൽ വാല്യൂസ് വരാം. പിന്നെ 0.547 അത് ഇതിൽ നോക്കി അറിയാം. ഇവിടെ വാല്യൂസ് വരാം, അതാണ് MXൻ്റെ വാല്യൂസ്. കണ്ടില്ലേ, MXൻ്റെ വാല്യൂസ് ഇവിടെ വരാം. നമ്മൾ വിളിക്കുന്ന പേര് MX എന്നാണ്, 2.2 വാല്യൂ ഇവിടെ. പിന്നെ വരുന്നത് MY അഥവാ M1 or M1. ആ വാല്യൂ 0.547 ആണ്. 0.547 അത് ഇവിടുത്തെ വാല്യൂസാണത്. ഇനി ഇവിടെ വാല്യൂസ് ഉണ്ട്, അതൊന്നും കിട്ടിയിട്ടില്ല ആ വാല്യൂസ്. അതിൻ്റെ പേര് നമ്മൾ M2 എന്നാണ് വിളിക്കുന്നത്. കണ്ടില്ല, ഇവിടെ 2 എന്നുള്ളതുകൊണ്ട് 2, ഇത് 1 ആണ്. നമ്മളിവിടെ എഴുതിൻ്റെ എൻട്രി 1 exit 2. അപ്പോൾ 2 അതിൻ്റെ വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതണം. ഈ 3 വാല്യൂസ് ഇവിടെ എഴുതേണ്ടി വരും. ഓക്കെ, ഇതിലൂടെ റെഡിയാക്കി വയ്ക്കുക. നമ്മൾ ഈ പേജിലേക്ക് ഇടയ്ക്ക് വരേണ്ടി വരും. ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഏതാണെന്ന് നോക്കുക. ഫസ്റ്റ് M2 അല്ലേ, M2. ഓക്കെ, നമുക്ക് M2ൻ്റെ വാല്യൂ അറിയണം. അപ്പോൾ M2ൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ M1ൻ്റെ ഈ കാണുന്ന ഇതിൽ A/A സ്റ്റാർ ഉണ്ടല്ലോ, ഈ A/A സ്റ്റാറും ഈ A/A സ്റ്റാറിൽ വാല്യൂ കണ്ടുപിടിക്കും. പിന്നെ ഈ ഇവിടുത്തെ M2ലെ A/A സ്റ്റാർ കണ്ടുപിടിക്കും. എന്നിട്ട് തമ്മിൽ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂ വരുന്ന M2 ഏതാണെന്നുള്ളത് ഡാറ്റ ബുക്കിൽ പോയി നോക്കും. അപ്പോൾ ഇങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ M2 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ അറിയണം. ഈ വാല്യൂ എന്താണ്, ഈ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഇവിടെ ഇതിന് പറയുന്ന പേര് എന്താണ്, പറയുന്ന പേര് നമുക്ക് വേറൊരു പേജിൽ എഴുതാം. നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് ചെയ്താൽ അതേപോലെ നമുക്ക് ചെയ്ത് നോക്കാം. M2 അപ്പോൾ M2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ പേജിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഹോം പേജാക്കി വയ്ക്കാം. അപ്പോൾ ടു ഫൈൻഡ് M2 കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതായിരുന്നു ഈ വാല്യൂ കിട്ടണം. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് A/A സ്റ്റാർ അറ്റ് 2 എന്നാണ് അതിനെ പറയുക. A/A സ്റ്റാർ അറ്റ് 2 അഥവാ ഓർ A2/A2 സ്റ്റാർ. ഈ വാല്യൂ കിട്ടിയേ പറ്റുള്ളൂ. ഈ വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിലത്തെ മാക് നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഈ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടാനുള്ള ക്ലൂസ് ഇതിൽ കിടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി എന്താണ്, വി നോ A1 സ്റ്റാർ ഈക്വൽ ടു A2 സ്റ്റാർ ഈക്വൽ ടു A സ്റ്റാർ. ഈ റിലേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ അടി കാണുന്ന A2 സ്റ്റാർ കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. A2 സ്റ്റാർ എന്ന് പറയുന്നതും A1 സ്റ്റാർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ആ വാല്യൂയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, അപ്പോൾ വാല്യൂ എഴുതാൻ പറ്റില്ല, A1 സ്റ്റാർ എന്ന് എഴുതിയാൽ മതി. ഇനി A2 കിട്ടാൻ വേണ്ടിയിട്ട് A2 പല ക്വസ്റ്റ്യനിലും A2 തരും.
A2 ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, A2ൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഇവിടുത്തെ ഏരിയ ഡയമീറ്റർ തരും, ഇവിടുത്തെ ഡയമീറ്റർ തരും, തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് റേഷ്യോ തന്നിട്ടുള്ളത് A2/A1 = 4. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് A2/A1 4 ആയ സ്ഥിതിക്ക് എന്ത് ചെയ്യാം? A2/A1 4, A2/A1 = 4, വിച്ച് ഇംപ്ലൈസ് എന്താണ് A2 = 4A1. ഇവിടെ 4A1 എഴുതാം. ആ ഒരു ബുദ്ധി നമ്മളോട് ഉപയോഗിക്കണം. ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യമുള്ളൂ. ബാക്കി എല്ലാം ഒരു നോർമൽ ഫ്ലോയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ചെറിയ ബുദ്ധി കൂടിയുണ്ട്. ഇതിനെ ഒരുമിച്ചെടുത്ത് എഴുതാം. 4 × A1/A1 4 ടൈംസ് A1/. അപ്പോൾ ഈ A1/A1 കിട്ടിക്കഴിഞ്ഞാൽ 4 ടൈംസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം. എന്താണ് അപ്പോൾ ഇത് കിട്ടണം. ഈ വാല്യൂ കിട്ടി നമുക്ക്. ഈ വാല്യൂ കിട്ടിയത് എങ്ങനെയാണ്? ഈ വാല്യൂ എന്താണ് A/A2 = 4 ടൈംസ് A1/A ആണ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 4 ടൈംസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇത് കിട്ടാൻ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വാല്യൂസിലുള്ള എല്ലാം കിട്ടുമല്ലോ ഡാറ്റ ബുക്കിൽ. അപ്പോൾ 0.547 പോയി നോക്കുക. മാക് നമ്പർ 0.547. മാക് നമ്പർ 0.547 ഇതിലാണ്, ഷോക്കിലല്ല, നമ്മുടെ സാധാരണ ഇതിൽ. സാധാരണ എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപിക് ഫ്ലോ പെർഫെക്റ്റ് ഗ്യാസ്. ഇത് 28 എന്നുള്ള പേജിൽ 28 മാക് നമ്പറിൻ്റെ വാല്യൂ എത്ര പറഞ്ഞത്? 0.547. 0.547 ഇതെവിടെ? 0.547 എന്ന് പറയുമ്പോൾ ഇല്ല, ഇവിടെ നെക്സ്റ്റ് 0.547 റൗണ്ട് ചെയ്ത് എത്ര കിട്ടും? 0.55 എന്ന് കിട്ടും. അപ്പോൾ ഇതെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ കാണുന്ന വാല്യൂസ് ഫുള്ള് നമ്മൾ എഴുതി വയ്ക്കുക. കുറച്ച് വാല്യൂസ് എഴുതിയിട്ടുണ്ട്, ഒരു വാല്യൂസ് ഇല്ല, ഒന്നും എഴുതിയില്ല. അപ്പോൾ ഇതൊന്നും ആവശ്യം വരില്ലെങ്കിൽ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. 0.943, 0.814, 1.255, 1.147, 1.022. ഓക്കെ, ഇത്ര വാല്യൂസ് എഴുതിയില്ലേ? അപ്പോൾ അതിൽ കണ്ടില്ലേ A/A കണ്ടില്ലേ? കണ്ട ഇതിൻ്റെ 4 ഇരട്ടി ചെയ്താൽ മതി, × 4 ചെയ്താൽ മതി. അപ്പോൾ × 4 നമുക്ക് ഇവിടെ ചെയ്യാം. = 4 × 1.022. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 5 സംതിങ് കിട്ടും. 5.02 എന്നാണ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. 5.02 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, 5.02 എന്നുള്ള വാല്യൂ കിട്ടിയ സ്ഥിതിക്ക് ആ വാല്യൂ നമുക്ക് ഇതിൽ കൂടെ 5.02. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? 5.02 അത് വരുന്ന രീതിയിൽ ഉള്ള മാക് നമ്പർ കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മാക് നമ്പർ ഈ ഏരിയ റേഷ്യോ 5.02 വരുന്ന 2 സ്ഥലങ്ങളുണ്ട്. 2 സ്ഥലങ്ങൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂപ്പർസോണിക് ഈ CD നോസിൽ സൂപ്പർസോണിക് ഫ്ലോ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോസിലാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ വരുമ്പോൾ ഇതാണ് A* എന്ന് പറഞ്ഞ സ്ഥലം. ഇത് A1 ആക്കിയ, ഇത് A2 ആയിരിക്കാം. അപ്പോൾ കണ്ടില്ലേ ഈ ഒരു റേഷ്യോ അതായത് ഈ ഒരു മാക് നമ്പർ, ഇവിടുത്തെ ഒരു മാക് നമ്പറിലും M1, ഇത് മാക് നമ്പർ 2 ആയിരിക്കുക. ഇത് M*, ഇവിടുത്തെ മാക് നമ്പറിൽ M=1, M=1 കറസ്പോണ്ടിങ് M* ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2 റേഷ്യോ വരും. ഈ റേഷ്യോയിലും വരും, ഈ റേഷ്യോയിലും, രണ്ടിലും എന്താണ് 2 റേഷ്യോ സെയിം വരും. ഒന്ന് സബ് സോണിക് ആയിരിക്കും, M<1, ഒന്ന് M>1 വരും. സെയിം ഏരിയ റേഷ്യോ A/A*. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കേണ്ടത് ഡിഫ്യൂസർ എന്നല്ല പറഞ്ഞത്. ഡിഫ്യൂസർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഇവിടുത്തെ ഇതിനേക്കാളും എന്തായിരിക്കും? മാക് നമ്പർ കുറവായിരിക്കും. ഇതിനേക്കാളും മാക് നമ്പർ കുറവായിരിക്കും ഇപ്പുറത്തേക്ക് വരിക ഡിഫ്യൂസർ. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ കണ്ടോ, ഇത് ഡിഫ്യൂസറിൽ ഇവിടെയുള്ള വാല്യൂനേക്കാളും കുറവാണ് ഇവിടെ വരുള്ളൂ. അപ്പോൾ ഈ വാല്യൂ എത്രയാണെന്ന് അറിയോ? ഈ വാല്യൂനേക്കാളും കുറവായിരിക്കുള്ളൂ ഇവിടെ വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ വാല്യൂ അറിയോ? ഇവിടുത്തെ വാല്യൂനേക്കാളും കുറച്ച് ഷോക്ക് വരുമ്പോൾ കുറച്ച് കൂടും, ഷോക്കാകുമ്പോൾ കൂടും. ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ A1 വാല്യൂ അറിയോ? A1 വാല്യൂ ഉണ്ട് അറിയോ നോക്കാം നമുക്ക്. A1 വാല്യൂ അറിയാമല്ലോ. ഇതിന് ശേഷം ഷോക്കിന് ശേഷമുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഷോക്കിന് ശേഷമുള്ള വാല്യൂ ആഫ്റ്റർ ഷോക്ക്, ഇവിടെ എന്താണ് ഷോക്ക് വഴി മാക് നമ്പർ കുറഞ്ഞു അഥവാ പ്രഷർ കൂടി. ഷോക്കിന് ശേഷം എന്ത് സംഭവിക്കുക? മാക് നമ്പർ കുറയും, സ്പീഡ് കുറയും.
അപ്പോൾ സ്പീഡ് കുറഞ്ഞു. ഇനി എന്താണ്, ഡിഫ്യൂസർ ആയതുകൊണ്ട് ഇനി വീണ്ടും സ്പീഡ് കുറയും, ഇതിനേക്കാളും സ്പീഡ് കുറയും. ഈ M2ൻ്റെ വാല്യൂ ഈ 0.547 കുറവായിരിക്കും. അപ്പോൾ 0.547 താഴ്ത്തി നോക്കിയാൽ മതി, ഇത് 1ന് താഴ്ത്തിക്ക് നോക്കിയാൽ മതി. 5.02 5.02 ഉള്ള വാല്യൂ എവിടേക്ക് നോക്കിയാൽ മതി, 0.547 താഴ്ത്തിക്ക് നോക്കിയാൽ മതി. ഇതിന് താഴ്ത്തിക്ക് എവിടെയെങ്കിലും ഉണ്ടോ, അത് കൂടിക്കൂടി വരുന്നുണ്ടോ, വൈ റേഷ്യോ കൂടിക്കൂടി വരുന്നുണ്ട്, കണ്ട കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 5 കണ്ട ഇതിന് ഇടയിലായിട്ട് വരും, 5.02 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിലായിട്ട് വരും. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5.2 4.8 ആഡ് ചെയ്താൽ 10 കിട്ടുന്നുണ്ട്. അപ്പോൾ ബൈ 2 ചെയ്യുമ്പോൾ 5 കിട്ടുന്നുണ്ട്. അപ്പോൾ 5.02 അപ്രോക്സിമേറ്റ് ചെയ്യണമെങ്കിൽ അത്ര എറർ വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ ചെറിയ വ്യത്യാസം വരും എന്നാലും ആൻസറിൽ ചെയ്യുമ്പോൾ ബൈ 2 സമയം ലാഭിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാട് പോകും നമ്മുടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മാക് നമ്പർ ഇതിനിടയിൽ വരും, ഇതിൻ്റെ ജസ്റ്റ് മുകളിൽ. അപ്പോൾ 0.115 വരും. അപ്പോൾ 0.115 എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ മാക് നമ്പർ, 0.115 കറസ്പോണ്ടിങ് ആയിട്ട്. അതുപോലെ അവിടുത്തെ എം സ്റ്റാർ അപ്പോൾ കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലുള്ള എം സ്റ്റാർ അത് 0.12 ഇതിൻ്റെ ബൈ 2 ചെയ്താൽ ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു 1200 സംതിങ്, 250 ഞാൻ കൂട്ടാം തൽക്കാലം, ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ അത്ര. ഇതിൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ ആവറേജ് 76 കൂടി കൂട്ടിയിട്ട് 6 3 7 ബൈ 2 ചെയ്യുമ്പോൾ 3.5, അപ്പോൾ 4 ഞാൻ എടുക്കുകയാണ്, അറൗണ്ട് 4 എടുക്കണം. അപ്പോൾ 0.9974 എന്ന് ഞാൻ എടുക്കുകയാണ് തൽക്കാലത്തേക്ക്. 0.9 എത്ര പറഞ്ഞത് 0.115 എന്നുള്ളതിലാണ് 0.9974 എന്ന് എടുക്കുകയാണെങ്കിൽ തൽക്കാലം. അപ്പോൾ നിങ്ങളങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരുമിച്ചുള്ള വാല്യൂ കിട്ടും 0.9974. അതുപോലെ പിയുടെ സംഭവം നോക്കുകയാണെങ്കിൽ പ്രഷർ ഇതിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 89 90 90 92. അപ്പോൾ എൻ്റെ ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ 9 10 11 12 3 അപ്പോൾ 1.5 വരും. ഇവിടെ 1.5 കൂട്ടി കഴിഞ്ഞാൽ 90 ഞാൻ ആരെയൊന്നും എടുക്കുന്നില്ല, 0.990 എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇവിടുത്തെ വാല്യൂ ഇവിടെ നമുക്ക് ആവശ്യമില്ല, എന്തായാലും ആവശ്യം വരില്ല കേസിൽ, കാരണം ഇമ്പൾസ് ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ ഉണ്ടോന്നൊക്കെ ഇമ്പൾസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുള്ളൂ. ഇതിൻ്റെയൊക്കെ നമുക്കല്ലാത്ത കേസിൽ ഈ ഇത്ര സൈഡ് മാത്രമേ ആവശ്യം വരുള്ളൂ ബേസിക്കലി. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി എന്താ വേണ്ടത്, നമുക്കപ്പം M2 കിട്ടിയില്ലേ, അപ്പോൾ M2 നമുക്ക് എടുത്ത് എഴുതാം. M2ൻ്റെ വാല്യൂ 0.115 എന്ന് എടുത്ത് എഴുതാം. 0.115 നമ്മൾ എടുത്ത് എഴുതി. ഈ T2 കിട്ടണം. T2 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, T2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് T2. അപ്പോൾ T2 കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം T2 എന്നുള്ള കണ്ടീഷൻ ഇതാണ്. 2 എന്നുള്ളതിൽ ഈ റേഷ്യോയിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. ഈ T/T0 ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കി നോക്കാം. ടു ഫൈൻഡ് T2 അല്ലേ, ടു ഫൈൻഡ് T2. അപ്പോൾ T2 കിട്ടാൻ വേണ്ടിയിട്ട് T2 കിട്ടാൻ എന്താ ചെയ്യുക പറഞ്ഞാൽ ഇത് ഈ റേഷ്യോ ഉപയോഗത്തിൽ വരുത്തുക. T/T0 at 2 T/T0 at 2 T/T0 at 2 എത്രയാണ് 0.9974 ഇതിലേതെങ്കിലും ഗീവൺ ആണോ? T2 എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിനപ്പോൾ ഒന്നുകൂടി എക്സ്പെൻഡ് ചെയ്ത് എഴുതാം വേണമെങ്കിൽ T2/T0. അതിൽ T2 എന്താണ്, T2 എന്നുള്ളത് ടു ഫൈൻഡ് കണ്ടുപിടിക്കേണ്ട സാധനമാണ്. അപ്പോൾ T02 ഷുഡ് ബി ഗീവൺ. T02 ഗീവൺ ആണ് ക്വസ്റ്റ്യനിൽ. T02 ക്വസ്റ്റ്യനിൽ ഗീവൺ അല്ല, ഇവിടെ നോക്കിയാൽ അറിയാം T02 ഇവിടെ ഗീവൺ ഒന്നല്ല, TX മാത്രമേ ഗീവൺ ഉള്ളൂ. അപ്പോൾ TX ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഐസെൻട്രോപിക് ഫ്ലോ ആയതുകൊണ്ട് സ്ഥിതിക്ക് T02 എന്ന് പറയുന്നതും T01 എന്ന് പറയുന്നതും സെയിം തന്നെയായിരിക്കും. പിന്നെ മാത്രമല്ല ഫോർ ഇതാണ് ഷോക്കിൻ്റെ കേസിൽ T0x = T0y ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെയിമാണ്, T0x T0y സെയിമാണ് ഷോക്കിൻ്റെ കേസിൽ. അപ്പോൾ ഈ പറയുന്ന T0x T0 ചെയ്യുമ്പോൾ നമ്മൾ അതുകൊണ്ട് യൂസിൽ വരുത്തണം അവിടെ. അപ്പോൾ T0y എന്ന് പറയുന്നത് T02 സെയിം, അത് നോക്കാം നമുക്ക് അടുത്ത പേജിൽ. അടുത്ത ഇതിൽ പോയി നോക്കാം, നമുക്ക് നമ്മുടെ ഇതിൽ തിരിച്ച് പോയി നോക്കണം. ഇതിൽ T02 അപ്പോൾ എന്ത് വരും, T02 നോക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. T02 അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ T02 T0
T02 T01 സെയിം ആണോ? അതെ, T01 സെയിം ആണ്. T01ൻ്റെ വാല്യൂ വന്നിട്ടുണ്ടോ? ഇല്ല. അത് തന്നെയാണ് T0Y, അത് തന്നെയാണ് T0X. മനസ്സിലായില്ലേ? T02 തന്നെയാണ് T01. T01 എന്ന് പറയുന്നത് T0Y എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്, ഒരേ സ്ഥലത്തുള്ളതാണ്, പേര് രണ്ട് പേരാണെന്നുള്ളൂ. T0Y T0X സെയിം ആണെന്ന് ആസ് പെർ ഷോക്കിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ T02 കിട്ടാൻ വേണ്ടിയിട്ട് വി നീഡ് ടു ഫൈൻഡ് T0X. T0X കിട്ടാൻ വേണ്ടി എന്താ വഴി? ഇനി T0X കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം TX അറിയാം. അപ്പോൾ ടു ഗെറ്റ് T0X എന്താണ്? T/T0 അല്ല, നമ്മുടെ ഡാറ്റ ബുക്കിൽ ഉള്ള സംഭവം T/T0 അറ്റ് വാല്യൂസ് ഉണ്ട് ഇതിൽ. അല്ല, അറ്റ് വാല്യൂസിൽ ഏത് വാല്യൂ വേണ്ടത്? എവിടത്തെ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കണം. അറ്റ് T0X അല്ലേ വേണ്ടത്? അത് എവിടെയാണ്? ഈ സ്റ്റാർട്ടിങ് ഭാഗത്താണത്. ഈ T0X എന്ന് പറയുന്ന സംഭവം അറ്റ് X എന്ന് പറയുന്നത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ X എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ മാക് നമ്പർ നോക്കണം. X എന്ന് പറയുന്ന സ്ഥലത്തുള്ളതിൻ്റെ മാക് നമ്പർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിലാണ്, ഇവിടെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യൂ ആണ് കിട്ടേണ്ടത്. T/T0 അറ്റ് X എന്ന് പറയുന്നത് ഈ വാല്യൂ നമ്മൾ എഴുതിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ വാല്യൂ ഒന്ന് എടുത്ത് എഴുതണം. ഡാറ്റാ ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് 2.2ൻ്റെ വാല്യൂസ് എടുത്ത് എഴുതണം. അപ്പോൾ ഡാറ്റാ ബുക്കിൽ മാക് നമ്പർ 2.2 ഇത് എന്തിനുള്ളതാണ്? കറക്റ്റ് അല്ല. ഗ്യാസ് ടേബിൾ 6.4, ഗാമകൾ 1.4, 2 ആണ്, 2.2 ആണ്. അപ്പോൾ കുറച്ചുകൂടി പോകാനുണ്ട്. 2.2 ഇവിടെ ഉണ്ടാവും. 2.2 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2.2 കിട്ടി. 2.2ൽ 1. കാരണം വാല്യൂസ് എടുത്ത് എഴുതാം. 1.718, 0.508, 0.0935. ഓർഡർ കറക്റ്റ് അല്ലേ? ഓർഡർ കറക്റ്റാണ്. ഇനി 2.005, 0.15 നമുക്ക് ആവശ്യമില്ല അതൊന്നും. ഇത്ര ഒരു ആവശ്യമുള്ളൂ മാക്സിമം. അപ്പോൾ ഇതിലെന്താ വേണ്ടത്? T/T0 0.508 കിട്ടിയില്ലേ? 0.508 T/T0 അറ്റ് X = 0.508 വാല്യൂ കിട്ടി. ഇതിലേതാ ഗീവൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ T0X കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ TX ഗീവൺ ആയിരിക്കണം. ഇത് TX എന്ന് പറയുന്നത്. ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ TX. അപ്പോൾ TX ഗീവൺ ആണ് ക്വസ്റ്റ്യനിൽ. TX ഗീവൺ എത്ര വാല്യൂ? 290 ഗീവൺ ആണ്. അപ്പോൾ 290 എന്നുള്ള വാല്യൂ ഇവിടെ ഗീവൺ ആണ്. 290 ഇത് 290. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇതിനടിക്ക് കൊണ്ടുപോവുക, ഇതിനങ്ങോട്ട് കൊണ്ടുപോവുക. അതായത് ഇത് അടി ഇങ്ങോട്ടും അത് തിരിച്ചിങ്ങോട്ടും വരുന്നു. അപ്പോൾ 290/0.508 = T0X. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ T0Xൻ്റെ വാല്യൂ കിട്ടും. ഈ 290 ചെയ്യുക. 290 ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എത്ര കിട്ടുന്നത്? 570 എന്ന് പറഞ്ഞ് കിട്ടും. 290 അര എന്ന് പറയുമ്പോൾ ഡബിളാക്കിയ എഫക്റ്റ് അല്ലേ, ഇൻറ്റു ഡബിൾ ചെയ്ത എഫക്റ്റ്. അപ്പോൾ 570.87 എന്ന് പറഞ്ഞ് കിട്ടും കെൽവിൻ T0. അപ്പോൾ ഇതൊരു ബോക്സിൽ വരച്ചിട്ട് T0X എഴുതാം എടുത്തറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ T0X നമ്മൾ കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് T0X. അപ്പോൾ ഈ T0Xൻ്റെ വാല്യൂ ഇവിടേക്ക് വരികയാണ് നമ്മൾ. T0X ഈ T0Xൻ്റെ വാല്യൂ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അത് ഇവിടേക്ക് വരും, ഇവിടേക്കും വരും, ഇവിടേക്കും വരും T02. അപ്പോൾ ഇതിങ്ങനെ ഈ വഴിക്ക് ഈ വാല്യൂ കിട്ടി. ഈ വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഈ വാല്യൂ കിട്ടിയ എഫക്റ്റായി. ഈ വാല്യൂ കിട്ടി ഇങ്ങോട്ട്. ഈ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു റിലേഷൻ ഇവിടെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അടിയിലെടുത്ത് എഴുതാം. ഇവിടെ എഴുതാണെങ്കിൽ എന്ത് വരും? T2 ഈ കാണുന്ന വാല്യൂ 570.87 = 0.9974, which implies T2 = 0.9974 into 570.87
0.87. അതിൽ ചെയ്യുമ്പോൾ കിട്ടുക എത്രയാണെന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ വാല്യൂ വരുന്നത് T2 0.9974 into 570 into 569.386 കെൽവിൻ എന്ന് പറഞ്ഞ് കിട്ടും. ഏതാണ് സംഭവം? T2. അപ്പോൾ T2 ടു ഫൈൻ T2 കിട്ടിയില്ലേ? T2 വേണമെങ്കിൽ ഇവിടെ ആൻസർ എടുത്ത് വേണമെങ്കിൽ എഴുതാം. ഇവിടെ അല്ല, ഇവിടെ സൈഡിൽ ഇട്ടുണ്ടല്ലോ, മാഷ്മാർക്ക് അറിയാം വാല്യൂ. നമ്മൾ മെൻ്റൽ ബ്ലോക്കിൽ അത്ര രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നത് അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ, പ്രോബ്ലം ചെയ്യുന്നത്. T2 569.386. ഓക്കെ, അപ്പോൾ അതും ഓക്കെ. ഇനി അടുത്ത പേജിൽ ചെയ്യാം, കുറച്ച് സ്പേസ് കൊടുക്കണം. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ പഠിപ്പിച്ച് ചെയ്തോ, അല്ലെങ്കിൽ പേജ് എടുത്ത് തികയേണ്ട ഒരു ദിവസം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്തത് P2 കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് P2. ടു ഫൈൻഡ് P2. ഓക്കെ, P2 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? P2 എന്ന് പറയുമ്പോൾ 2 എന്നുള്ള സ്റ്റേറ്റ് ഇതാണ് ഇവിടുത്തെ P2. അപ്പോൾ ഈ റേഷ്യോ ഉപയോഗിക്കാം, P/P0 അല്ലേ. അപ്പോൾ P/P0 at 2 or P2/P02 equal to എത്രയാണ്? 0.990. ഇതിൽ P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ടു ഫൈൻഡ് P0 പറയണം. അപ്പോൾ P0 കിട്ടാൻ വേണ്ടി എന്താ വഴി? P02 ഈക്വൽ ടു P01 ഐസെൻട്രോപിക് ഫ്ലോയിൽ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇവിടെ വരെ എത്തി. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സെയിം അല്ല, കാരണം ഇവിടെ അങ്ങനെ പറയുന്നില്ല. ഷോക്കിൽ പ്രഷർ കൂടുകയാണുള്ളത് ചെയ്യുക, പ്രഷർ കൂടും, വെലോസിറ്റി കുറയും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടം വരെ ഓക്കെ. P1 അഥവാ 1 എന്നുള്ള സ്റ്റേറ്റിലുള്ള പ്രഷർ വരെ കിട്ടും നമുക്ക്. പിന്നെ ഷോക്കിൻ്റെ റിലേഷൻ ഉപയോഗിക്കണം. അപ്പോൾ PY എന്ന് ഉപയോഗിക്കാം. P1 എന്ന് ഉപയോഗിക്കില്ല, PY എന്ന് ഉപയോഗിക്കാം. നമുക്ക് PY ഉപയോഗിക്കുന്നതോടെ സൗകര്യം. രണ്ടും തന്നെയാണ് PY P1 ഈ കേസിൽ. അപ്പോൾ നമ്മൾ 1 വരെ ഓക്കെ ആണെന്ന്. P02 ഈക്വൽ ടു P, രണ്ട് സ്റ്റെപ്പായിട്ട് എഴുതാം. അതിൻ്റെ കാരണം എഴുതണമല്ലോ ശരിക്കും. P01 P0. കാരണം എന്താണ്? ഐസെൻട്രോപിക് ഫ്ലോ. പിന്നെ P0 y ഈക്വൽ ടു P01. another rotation for same state. കാരണം അപ്പോൾ P0y കിട്ടിയാൽ മതി. P0y തൊട്ട് മുമ്പുള്ളത് P0x ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു ഷോക്ക് ഉണ്ട്. അവിടെ ഷോക്കിൻ്റെ ഇവിടെ P0x ഉണ്ടാവും, ഇവിടെ P0y തമ്മിലുള്ള റിലേഷൻ അറിയണം. ഷോക്കിൻ്റെ സംഭവം നടക്കുന്നത് മാക് നമ്പർ എത്രയിലാണ്? മാക് നമ്പർ ആ ഒരു ഇതില്ലേ, ആ ഒരു ടേബിളിലേക്ക് നമുക്ക് പോവാം. ഇവിടെയാണ് ഷോക്ക് നടക്കുന്ന ടേബിൾ. അപ്പോൾ ഇതിൽ ഇവിടെ ഷോക്കിൻ്റെ ടേബിൾ ഇതാണ്, ഇതാണ് ഷോക്കിൻ്റെ ടേബിൾ. 2 പോയിന്റിലുള്ള ഷോക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ P0y/P0x ഇത് ഉപയോഗിച്ചാൽ മതി. P0y/P0x നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P02 അല്ല, ഇവിടെ എന്തൊരു പ്രശ്നമുണ്ടല്ലോ. P02 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് P02y കണ്ടുപിടിക്കേണ്ടി വരികയാണ്. P02y കണ്ടുപിടിക്കണമെങ്കിൽ P0x കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇവിടെ പിന്നെ Px ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ വേണ്ടത്? ഇതിൽ കണ്ടില്ലേ Px ഉള്ളതുകൊണ്ട് P0x ഉള്ളതുകൊണ്ട് ഇതിൽ രണ്ടുപേരിൽ ഏതാ വേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഗീവൺ ഏതെങ്കിലും ഉണ്ടോ? ഈ പറയുന്നതിൽ ക്വസ്റ്റ്യനിൽ ഗീവൺ ഏതാണുള്ളത്? P0x ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. ആ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് വെച്ചല്ലേ കിട്ടുള്ളൂ. P0x ആണ് ക്വസ്റ്റ്യനിൽ ഗീവൺ. 0.628 എന്ന് ഉപയോഗിക്കാം. 0.628 ഡാറ്റ ബുക്കിൽ 0.628 വരണം.
0.628 പി നോട്ട് വൈ ബൈ പി നോട്ട് എക്സ് അതാണ് ഉപയോഗിക്കേണ്ടത് നമ്മളപ്പോൾ പി നോട്ട് വൈ ബൈ പി നോട്ട് എക്സ് അറ്റ് മാക് നമ്പർ 2.2 ഷോക്കിൻ്റെ കേസിൽ ആ റേഷ്യോ പറഞ്ഞത് 0.628 അതിൽ കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് എന്ന് പറയുന്ന സാധനം പി നോട്ട് ഇതാണ്, ഇത് ഗീവൺ ആണ്, പി നോട്ട് എക്സ് ഗീവൺ ആണ് ക്വസ്റ്റ്യനിൽ. അതിൻ്റെ വാല്യൂ 1.013. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ പി നോട്ട് വൈ ഈക്വൽ ടു 0.628 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.628 ഇൻറ്റു 0.68 ഇൻറ്റു ഇത് ചെയ്യണം. കിട്ടുന്ന വാല്യൂ 0.63. 0.628 ഇൻറ്റു 1 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.6361 ഇൻറ്റു 10⁵ പാസ്കൽ. അപ്പോൾ പി നോട്ട് വൈ ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിട്ടാ? P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി നോട്ട് വൈ ആയിട്ടുള്ളൂ കേട്ടോ. പി നോട്ട് വൈ കിട്ടി കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറയുന്നത്? പി നോട്ട് വൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത് ഉപയോഗിക്കാം. പി നോട്ട് വൈ എന്ന് പറഞ്ഞാൽ പി നോട്ട് 1 ആണ്, പി നോട്ട് 1 എന്ന് പറയുന്നത് പി നോട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കാം. അത് ഇവിടെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് P2 ബൈ ഈ വാല്യൂ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. 0.6361 10⁵ equal to 0.990, which implies P2 equal to 0.990 into 0.6361 into 10⁵ equal to അത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? P2 ബൈ പി നോട്ട് 2 കോസ് മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ട. 0.990 ഇൻറ്റു 0.63 ഇതിനെ ചെയ്യണം. അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.6310 ഇൻറ്റു 10⁵. അപ്പോൾ നമ്മുടെ എന്തായി? P2 ആയി. P2 എടുത്ത് എഴുതാം നമുക്ക്. P2ൻ്റെ വാല്യൂ എത്ര പറഞ്ഞത്? 0.6310 ഇൻറ്റു 10⁵ പാസ്കൽ. ഇനി ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? പി നോട്ട് എക്സ് മൈനസ് പി നോട്ട് 2 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് അല്ലേ? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് given by P naught x minus P naught 2 equal to P naught x എത്ര കിട്ടിയിട്ടുള്ളത്? P naught x എവിടെ കിട്ടിയിട്ട് കിടക്കുന്നത്? നമ്മൾ സൈഡിൽ നിന്ന് വരയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ്. സൈഡിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് P naught x അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ P naught x ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതെവിടെ കിട്ടിയിട്ടുണ്ട്? P naught x 1.013. P naught 2 എത്രയാണ്? P naught 2 ഇതെവിടെയുണ്ട്? P naught 2 ഈ വാല്യൂ P naught 2ൻ്റെ വാല്യൂ ഇത് തന്നെയാണ്. എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നില്ല. P naught 2ൻ്റെ വാല്യൂ P2 ബൈ P naught 2 0.6361 into 10⁵. ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത് തമ്മിൽ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത് 0.3756 into 10⁵ അങ്ങനെ കിട്ടുന്നുണ്ട് പാസ്കൽ. അപ്പോൾ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കിട്ടി 0.3
0.3756 into 10 raised to 5 Pascal.